ഹലോ, അസ്സലാമു അലൈക്കും ആൻഡ് വെൽക്കം ബാക്ക് ടു മിർസാഷ് യൂട്യൂബ് ചാനൽ. സോ ഇത് എൻ്റെ മൂന്നാമത്തെ ടേക്കാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. ബിക്കോസ് ഞാൻ വണ്ടിയിലിരുന്നിട്ടാണ് ഈ വോയിസ് ഓവർ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ വണ്ടിയിൽ ബ്ലൂടൂത്ത് കണക്റ്റ് ആയിട്ട് ഞാൻ പറയുന്നതൊന്നും പിന്നീട് ഞാൻ കേൾക്കുമ്പോൾ, കാരണം മൊത്തം ഞാൻ വോയിസ് ഓവർ കൊടുത്ത് ലാസ്റ്റ് ഞാനത് കേൾക്കുമ്പോൾ ഒന്നും ഓഡിയോ ക്ലിയർ അല്ല, കേൾക്കുന്നേ ഇല്ല. അപ്പോൾ ഞാനത് മൂന്നാമത്തെ പ്രാവശ്യം ചെയ്യുന്നത്. ഇനി ഇതായിട്ടുണ്ടെങ്കിൽ ഞാൻ റോ ആയിട്ട് ഇതങ്ങ് വീഡിയോയുടെ. ആൻഡ് ഇന്ന് നമ്മൾ പോകുന്നത് ഫ്രൈഡേ ഒരു വീക്കെൻഡ് എക്സ്കേപ്പ് പോലെ നമ്മളെല്ലാവരും കൂടി, അതായത് മിച്ചുവിൻ്റെ ഫ്രണ്ട്സ്, ഫാമിലീസ്, അവരുടെ ഫാമിലീസ് എല്ലാവരും കൂടിയിട്ട് നമ്മൾ ഖത്തറിലുള്ള അൽഖറൈജ് ബീച്ചിലോട്ടേക്കാണ് പോകുന്നത്. ഒരു ഫാമിലി ബീച്ചാണ്. ഓൾമോസ്റ്റ് നമ്മൾ ദോഹയിൽ നിന്ന് 1.5 മണിക്കൂർ ട്രാവൽ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അൽഖറൈജ് ബീച്ചിലെത്തുന്നത്. അൽഖറൈജ് ബീച്ച് എത്തുന്നതിൻ്റെ തൊട്ട് മുന്നേ റോഡ് എൻഡ് ചെയ്യുന്നൊരു, അതായത് നമ്മുടെ ഈ പേവ് റോഡ് എൻഡ് ചെയ്യുന്നൊരു സ്ഥലമുണ്ട്. അത് കഴിഞ്ഞിട്ട് കണ്ടോ, ആ ഒരു റോഡ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ പിന്നെ ബീച്ചാണ് വരുന്നത്. അതിൻ്റെ റൈറ്റ് സൈഡിലോട്ടേക്ക് എടുക്കുകയാണെങ്കിൽ നമ്മളെല്ലാവരും ബീച്ചിലെത്തി. സംഭവം നമ്മൾ ഒരുപാട് നാളായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്നതാണ് ഇങ്ങനെ ഒരു എസ്കേപ്പ്. അപ്പോൾ ഇതിൻ്റെ മുന്നൊരു ദിവസം വരും എല്ലാവരും കൂടി പോയിട്ടുണ്ടായിരുന്നു. അന്ന് എനിക്കും മിച്ചുനും കൂടി പോകാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ എല്ലാവരും കൊണ്ടുവന്ന സാധനങ്ങളും എല്ലാം എടുത്ത് നമ്മൾ ബീച്ചിൽ ഇരിക്കാൻ വേണ്ടി പോകുന്നതാണ്. സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഫുഡും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ചെറിയ സ്നാക്സ് പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവരണം എന്നുണ്ടായിരുന്നു. നമ്മൾ അവിടെ എത്തിയിട്ട് ഫുള്ള് സ്നാക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് കഴിക്കാനൊക്കെ വേണ്ടിയിട്ട്, ചായയൊക്കെ കുടിച്ച് ചില്ല് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ നടന്ന് വരിക, വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട്. ആൻഡ് എല്ലാവരുടെ കയ്യിലുണ്ട് കേട്ടോ ഓരോ കവറ്. അതിനിടയിൽ ഞാൻ കുറേ പറയുന്നുണ്ട്, പക്ഷേ ഈ ഒരു വീഡിയോയിൽ കൂടുതലും ഞാൻ ക്ലിപ്സ് എടുത്തിട്ടുള്ളത്, വോയിസ് കൊടുത്തത് വളരെ കുറവ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വോയിസ് ഓവർ ചെയ്യാനുള്ള കാരണം. ഞാനാ ചൂടില്ലാഞ്ഞിട്ടല്ല, വെള്ളത്തിലൊക്കെ ഇറങ്ങല്ല നമ്മള്. ഇത്രയും ആൾക്കാരുണ്ട് ഇവിടെ. നമ്മൾ ഫാമിലി, എല്ലാവരും ഫാമിലി ആയിട്ടുള്ള ഒരു ഗ്യാതറിംഗ് ആണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇപ്പം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഓരോ ടെൻറ്റ് നോക്കി പോകുന്നതാണ് കേട്ടോ. ലൈക്ക് ഓരോ സ്ഥലത്ത് ഓരോ ആളുകൾ അവരുടെ സാധനങ്ങളൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് ഇരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ പറയുക, ആ ബീച്ചിൻ്റെ, അതായത് ആ ഒരു വ്യൂ കിട്ടുന്ന സ്ഥലത്ത് പോയിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ, ബീച്ചിനോട് ചേർന്ന് ഇരിക്കുവാണെങ്കിൽ നല്ലൊരു ആംബിയൻസ് അല്ലേ. കുറേ ഇങ്ങോട്ട് ഇരിക്കുമ്പോൾ അത് അത്രയും വലിയൊരു ഭംഗി ഉണ്ടാവില്ല നമ്മളവിടെ ഇരിക്കുന്ന സ്ഥലത്ത്. അങ്ങനെ അവിടെ പോകണോ ഇവിടെ പോകണോ എന്നുള്ള കൺഫ്യൂഷനിൽ എല്ലാവരും നിൽക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് പറഞ്ഞ് ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയിട്ടൊന്ന് ഇരുന്ന് കഴിഞ്ഞിട്ട് അവിടെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യാന്നുള്ള രീതിയിലാണ് എല്ലാവരും കൂടിയിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് നമ്മളിപ്പോൾ ഒരു നോർമൽ ഒരു ഇതുണ്ട്, ടെൻ്റ് ഉണ്ട്. അവിടെ പോയിട്ട് എല്ലാവരും അവിടെ ഒരു മാറ്റൊക്കെ വിരിച്ച് സെറ്റായിട്ട് എന്ത് ചെയ്യാം, ഇരുന്ന് ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ഒരു ബീച്ച് ഭയങ്കര ഫാമിലി ഓറിയൻറ്റഡ് ബീച്ച് ആയതുകൊണ്ട് തന്നെ പിള്ളേർക്ക് കളിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ. ഇവരിപ്പോൾ രണ്ടുപേരും കൂടിയിട്ട് കച്ചറ കൂടുന്നതാണ്, ആര് പറഞ്ഞിട്ടും കേൾക്കുന്നില്ല. കച്ചറയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നിങ്ങളിപ്പോൾ ഇതിൽ നിന്ന് കാണാൻ പറ്റും നിങ്ങൾക്ക്. നമ്മളെ കൂട്ടത്തിലുള്ള ഒരാള് ഇവിടെ നിന്നും ആദ്യം തന്നെ അവിടെ പോയിട്ട് ചാടിയിട്ടുണ്ട്. ഇത് ഗൈസ്, നമ്മളിപ്പോൾ ഉള്ളത് അൽഖറൈജ് ബീച്ചിലാണ്. സൺസെറ്റൊക്കെ കഴിഞ്ഞു, എല്ലാവരും ഇപ്പോൾ വെള്ളത്തിലൊക്കെ ഇറങ്ങുന്ന ആ ഒരു തിരക്കിലാണ്. നമ്മൾ 10-25 ആൾക്കാരോളാണ് വന്നത്. പിന്നെ ഒരാളുടെ ഫാമിലീൻ്റെ എക്സ്ട്രാ ആൾക്കാരും കൂടെ ഉണ്ട്. ഇതാ വരുന്നു. പിന്നെ എല്ലാവരും കുളിയും ബാക്കിയുള്ള അവിടെ ഫൺ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ ആകെ മണലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നേരെ ഫ്രഷ് ആയിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ചന്ദ്രനൊക്കെ നോക്കിയിട്ട്, അതായത് മൂണിനൊക്കെ നോക്കിയിട്ട് നമ്മളിങ്ങനെ എന്തൊക്കെ കഥകളൊക്കെ പറഞ്ഞിട്ടാണ് വരുന്നത്. ആൻഡ് ഇതാണ് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഭാര്യമാരും അതുപോലെ തന്നെ ഫ്രണ്ട്സിൻ്റെ ഭർത്താക്കന്മാരെല്ലാവരും. പിന്നെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടി ഇരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ഔട്ടിങ്
എപ്പോഴെങ്കിലുമൊക്കെ നടക്കുന്നത് നല്ലതാണ് കേട്ടോ. കാരണം ഭയങ്കര മൈൻഡ് റിലാക്സ്ഡ് ആവാൻ വേണ്ടിയിട്ടും നമ്മൾ ഹാപ്പി ആവാൻ വേണ്ടിയിട്ടും നമ്മളെ കണക്ഷൻസ് ഒന്നും കൂടെ സ്ട്രോങ് ആക്കാനൊക്കെ വേണ്ടിയിട്ടാണ്. അല്ല ആണെന്നല്ല, സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഇങ്ങനത്തെ ഒരു ട്രിപ്പും കാര്യങ്ങളൊക്കെ ഭയങ്കര യൂസ്ഫുള്ളായിരിക്കും. പിന്നെ ഭയങ്കര ഫണ്ണാണ് ഇങ്ങനെയൊക്കെ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്ത് ടൈം കണ്ടെത്തി നമ്മൾ അതിന് വേണ്ടിയിട്ട് ടൈം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതൊരു അടിപൊളിയാണ്. പിന്നെ നമ്മൾ മെഹറിയും അതുപോലെ തന്നെ സനയും കൂടിയിട്ട് കുറച്ച് ഗെയിംസൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഈ ലോട്ട് എടുത്തിട്ട് അതുപോലെ പ്രസൻറ്റ് ചെയ്യുന്നതായിരുന്നു നമ്മളുടെ ഗെയിം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും കൂടി ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് പേര് പോയി. നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ടായിരുന്നു, പിന്നെ ഒരു ഫാമിലി ഉണ്ട്, അവരുടെ ഫാമിലിയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പോയി. ബാക്കിയുള്ള എല്ലാവരും കൂടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഇതുപോലെ ഗെയിംസൊക്കെ കളിച്ച് ഫണ്ണാക്കി. ഓരോരുത്തർ പെണ്ണുങ്ങൾ ആണുങ്ങളെ പോലെ നടക്കുക, റാമ്പ് വാക്ക് ആണുങ്ങൾ പെണ്ണുങ്ങളെ പോലെ നടക്കുക, അതുപോലെ തന്നെ പാട്ട് പാടുക, പിന്നെ എന്തൊക്കെ കുറേ ഫൺ ആക്ടിവിറ്റീസ് പോലെ അവരതിൽ ലോട്ടിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വേണ്ട ഇല്ലാതായിക്കില്ല. ഇംഗ്ലീഷ് സോങ് മൂന്ന് പ്രാവശ്യം കുഞ്ഞിനെടുത്തിട്ടൊന്നും തവളച്ചാട്ടം ചാടിക്കൂടാ. അയ്യോ മിച്ചോടെ പോയി നിക്ക്. ഇതോടെ കഴിഞ്ഞ അത് ഞാൻ ആരോടും പറയണ്ടല്ലോ. അതെ ആഷിക്ക് ഒന്നിങ്ങ് നോക്കൂ, ആഷിക്ക് ഒന്നിങ്ങ് നോക്കൂ. അതേക്കും മാത്രം മുടികൊടു മിച്ചു ബൈ അരങ്ങത്തേക്ക് ഇറങ്ങും. എല്ലാരും പോയിസാ. എന്റെ മോനെ വലുതാന്നല്ല സൽസ്വഭാവിയാണ്. ഇല്ല ഇനി ഗുഡായുള്ളില് സംഗതി പറഞ്ഞ ചെയ്യൂ.
ആ കഴിഞ്ഞ് മതി റെഡി മൂന്നെണ്ണം എല്ലാം കൂട്ടിട്ടാ മിച്ചു എടുത്തേക്കില്ല മുങ്ങി നടക്കുക ഞാൻ നോക്കൂ ആ പേടിക്കണ്ട അമ്മാട് പോയി ഇല്ലല്ല ഓളെന്തോ എടുത്തിട്ട് പോയി ആരാ പറയണ്ടേ മമ്മൂട്ടിയാണ് പടം അമ്മൂട്ടി വന്നേ എത്ര വാക്കുണ്ട് അക്ഷരല്ല കേട്ടോ വാക്ക് വാക്ക് അക്ഷരല്ല വാക്ക് കൺഫ്യൂഷൻ ആയി പുതിയ പട പഴയ പട രണ്ട് വാക്ക് ബെസ്റ്റ് ആദ്യത്തെ അക്ഷരം പറയും അല്ല ആക്ഷൻ കാണിക്കും ആദ്യത്തെ അക്ഷരം രണ്ടാമത്തെ ആള് രണ്ട് മമ്മൂട്ടി രണ്ട് മമ്മൂട്ടിന്റെ ഇപ്പൊ അടുത്തുള്ള പടം ഏതാ അണ്ണൻ തമ്പി ബൽറാം ബൽറാം ഹിറ്റ്ലർ മുങ്ങിച്ചത്ത് ഞാൻ പറഞ്ഞുതരാം പ്രേതത്തിന്റെ പടം ദ്രോണ ടു മിച്ചുവിന് ഏറ്റവും കൊനസ്റ്റായിരിക്കും കിട്ടുന്നുണ്ടാവും മിക്കവാറും അതെന്താ സോറി ഞങ്ങൾക്ക് മലയാളം അറിയില്ല ഇത് ഒറ്റ പ്രാവശ്യം പാട് അങ്ങനെ നമ്മളെല്ലാവരും ഫണ്ണായിട്ട് ഗെയിംസും കാര്യങ്ങളൊക്കെ കളിച്ച് കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് തന്നെ നമ്മൾ അവിടുന്ന് തിരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം പിറ്റത്തെ ദിവസം എല്ലാവർക്കും ഡ്യൂട്ടി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വേഗം നമ്മൾ അവിടുന്ന് പോന്നു. വേഗം എന്നൊന്നും പറഞ്ഞുകൂടാ, അത്യാവശ്യം കുറച്ച് ടൈം ആയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇതൊക്കെ ഒരു മെമ്മറീസാണ് കേട്ടോ ഇതൊക്കെ ഇടാനുള്ള കാരണം. നമ്മൾക്ക് ഇനി നാളെ അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞൊക്കെ കാണുമ്പോൾ ഒരു അടിപൊളിയാണെന്നല്ലോ ഇതൊക്കെ കാണാനും. അതുപോലെ തന്നെ നമ്മൾ അന്നേരം എടുക്കും കുറേ കാര്യങ്ങളൊക്കെ ആലോചിച്ചിരിക്കുന്നൊക്കെ ഉണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ പേജ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കുക. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. താങ്ക് യു സോ മച്ച്.